4ാം ക്ലാസ്സിലെ പുതിയ സംസ്കൃത പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമാണ് ആകാശകാന്തിഃ. ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദർശ പ്രശ്നാഃ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഗഗനം കീദൃശം ഭവതി? ഗഗനം കീദൃശം ഭവതി? ആകാശം എങ്ങനെയുള്ളതാകുന്നു? നമ്മൾ പഠിച്ച ആ കവിതയിലെ വരികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ധവളം നീലം ച. ധവളം നീലം ച. വെളുത്തതും നീല നിറവും ചേർന്നതാണ് ആകാശം. രണ്ടാമത്തെ ചോദ്യം ദിനനാഥഃ കഃ? ദിനനാഥഃ കഃ? ദിനനാഥൻ ആര്? ഈ കവിതയിൽ ദിനനാഥഃ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം സൂര്യഃ. സൂര്യഃ, സൂര്യൻ. സൂര്യനെയാണ് ദിനനാഥഃ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം കഃ വിഭാതി? കഃ വിഭാതി? ആരാണ് തിളങ്ങുന്നത്? ഉത്തരം സൂര്യഃ. സൂര്യഃ, സൂര്യൻ. നാലാമത്തെ ചോദ്യം ആകാശേ കിം പശ്യാമഃ? ആകാശേ കിം പശ്യാമഃ? ആകാശത്ത് എന്തിനെ കാണാം? ഉത്തരം ഐന്ദ്രം ചാപം. ഐന്ദ്രം ചാപം, മഴവില്ലിനെ. ആകാശത്ത് മഴവില്ലിനെ കാണാം. അഞ്ചാമത്തെ ചോദ്യം കേ നീടം ഗച്ഛന്തി? കേ നീടം ഗച്ഛന്തി? ആരാണ് കൂട്ടിലേക്ക് പോകുന്നത്? ഉത്തരം വിഹഗാഃ. വിഹഗാഃ, പക്ഷികൾ. ആറാമത്തെ ചോദ്യം വിഹഗാഃ കുത്ര ഗച്ഛന്തി? വിഹഗാഃ കുത്ര ഗച്ഛന്തി? പക്ഷികൾ എവിടേക്ക് പോകുന്നു? നേരത്തെ പരിചയപ്പെട്ട ആ ചോദ്യത്തെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരം നീടം. നീടം, കൂട്ടിലേക്ക്. ഏഴാമത്തെ ചോദ്യം കഃ അസ്തം യാതി? കഃ അസ്തം യാതി? ആരാണ് അസ്തമയത്തിലേക്ക് പോകുന്നത്? ഉത്തരം ദിവാകരഃ. ദിവാകരഃ, സൂര്യൻ എന്നർത്ഥം. എട്ടാമത്തെ ചോദ്യം ബഹുരുചിരഃ കഃ? ബഹുരുചിരഃ കഃ? ഏറെ ഭംഗിയുള്ളത് ആരാണ്? ഉത്തരം ചന്ദ്രഃ. ചന്ദ്രഃ, ചന്ദ്രൻ. ഒൻപതാമത്തെ ചോദ്യം ചന്ദ്രഃ കദാ വിഭാതി? ചന്ദ്രഃ കദാ വിഭാതി? ചന്ദ്രൻ ശോഭിക്കുന്നത് എപ്പോൾ? ഉത്തരം രാത്രൗ. രാത്രൗ, രാത്രിയിൽ. പത്താമത്തെ ചോദ്യം കൗ നിലീയ ക്രീഡതഃ? കൗ നിലീയ ക്രീഡതഃ? ആരെല്ലാമാണ് ഒളിച്ചു കളിക്കുന്നത്? ഉത്തരം രവിചന്ദ്രൗ. രവിചന്ദ്രൗ, സൂര്യചന്ദ്രന്മാർ. 11ാമത്തെ ചോദ്യം തടിതഃ കുത്ര ശോഭന്തെ? തടിതഃ കുത്ര ശോഭന്തെ? മിന്നലുകൾ എവിടെയാണ് തിളങ്ങുന്നത്? ഉത്തരം ഗഗനെ. ഗഗനെ, ആകാശത്ത്. 12ാമത്തെ ചോദ്യം കേ നിനദന്തി? കേ നിനദന്തി? എന്താണ് ശബ്ദമുണ്ടാക്കുന്നത്? ഉത്തരം മേഘാഃ. മേഘാഃ, മേഘങ്ങൾ. 13ാമത്തെ ചോദ്യം കഃ ജലബിന്ദൂൻ വർഷതി? കഃ
ജലബിന്ദൂൻ വർഷതി. എന്താണ് വെള്ളത്തുള്ളികളെ പെയ്യുന്നത്? ഉത്തരം ജലദഹ. ജലദഹ മേഘം. 14 ചോദ്യം. നാനാധ്വനിസഹിതം കിം? നാനാധ്വനിസഹിതം കിം? പലവിധ ശബ്ദത്താൽ നിറഞ്ഞതെന്ത്? ഉത്തരം ഭുവനം. ഭുവനം ലോകം. 15 ചോദ്യം. മേഘാഃ കുത്ര വർത്തന്തെ? മേഘാഃ കുത്ര വർത്തന്തെ? മേഘങ്ങൾ എവിടെയാണ് ഉള്ളത്? ഉത്തരം ഗഗനെ അഥവാ ആകാശേ. രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഗഗനെ അല്ലെങ്കിൽ ആകാശേ, ആകാശത്ത് എന്നർത്ഥം. ആകാശകാന്തിഹി എന്ന ഈ കവിതാ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. ഈ ചോദ്യോത്തരങ്ങൾ നല്ലപോലെ വായിച്ച് പഠിക്കുക, മനഃപാഠമാക്കുക, ആശയമറിഞ്ഞുകൊണ്ട് പഠിക്കുക. സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങൾ ഉപകാരപ്പെടുന്നതാണ്. ഈ പാഠഭാഗത്തെ മറ്റു പഠന പ്രവർത്തന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.